പണ്ടേ എനിക്ക് സംശയം തോന്നിരുന്നതാ. ഞായറാഴ്ച ന്യൂസ് പേപ്പർ ഈ നടയിൽ വീണാൽ വിമലേച്ചിയുടെ ഒരു പെടച്ചിലുണ്ട് മാട്രിമോണിയൽ പേജ് നോക്കാൻ. കറക്റ്റാണ്. ഞാനൊരു പരസ്യം മാട്രിമോണിയലിൽ കൊടുത്തിരുന്നു, ഫോൺ നമ്പരും. ഓ, വിമല അതിൽ വിളിച്ചാ ഞങ്ങൾ പരിചയത്തിലായത്. വെറും പരിചയമല്ല, പ്രേമം. ഏതായാലും ആ കഥയൊക്കെ പറയാൻ തുടങ്ങിയ ഒരിടത്ത് എത്തില്ല. മോന്റെ ആഗ്രഹമല്ലേ. ഞാനായിട്ട് ഇനിയൊരു ശ്രമം നടത്തിയില്ലെന്ന് വേണ്ടെന്ന് വെച്ചിട്ട് പെണ്ണ് കാണാൻ വന്നത്. അല്ല, വീട്ടിൽ 2 അതിഥികൾ വന്നാ കയറിയിരിക്കാൻ പറയുന്ന മര്യാദയൊന്നും ഈ വീട്ടിലാർക്കും ഇല്ലേ എന്തോ. ഓ സോറി, വരൂ ഇവിടേക്ക് ഇരിക്കാം. ഇരിക്കൂ. വിനയചന്ദ്രന്റെ കാര്യം എന്തായി? ജാമ്യം വല്ലതും കിട്ടാനുള്ള സാധ്യത വല്ലതും ഉണ്ടോ? അല്ല, ചേട്ടന്റെ കാര്യം എനിക്കറിയാം. വിമല ഓരോരുത്തരെ കുറിച്ച് ഫോണിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണോ കുട്ടി? അയ്യോ അമ്മേ, അല്ല, ഇത് വിസ്മയ, രണ്ടാമത്തെ മോളാ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരാൾ MBBS പഠിക്കുന്നുണ്ടെന്ന്. പിന്നെ ഇതാണ് വീണ. +2-ന് ഫുൾ മാർക്ക് വാങ്ങിയിട്ട് പേപ്പറിൽ ഫോട്ടോയൊക്കെ വന്നിട്ടുള്ളതാ. പിന്നെ ഇത് നീലകണ്ഠ മുത്തശ്ശൻ. മികച്ച അധ്യാപകനുള്ള അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതേ മുത്തശ്ശനാ. ഓ, അവാർഡിലൊന്നും ഒരു കാര്യമില്ല. ഒരു കഷ്ണം കടലാസ് കിട്ടും, അല്ലാതെ സാമ്പത്തികമൊന്നും ഇല്ലല്ലോ. അമ്മേ, അമ്മേ, ഇത് ഭഗീരഥി മുത്തശ്ശി. ഇത് അമ്മ സുമംഗല. അത് രോഹിണി. അപ്പോ വിമല എവിടെ? അവൾ ഈ വീട്ടിലല്ലേ താമസം? ട്യൂഷൻ ക്ലാസ്സിൽ പോയതാ. ഇപ്പൊ വരും അമ്മേ. വല്യേച്ചിത എത്തിയല്ലോ. നീ എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇയാൾക്ക് നിരന്തരം ഫോട്ടോ അയച്ചു കൊടുക്കൽ ഫോൺ വിളിയായിരുന്നു നിന്റെ പണി. അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കെ. ഏതായാലും അവരിവിടെ കയറി വന്നില്ലേ, ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളാരും വിമലയെ കുറ്റപ്പെടുത്തരുത്. ഈ അടുത്ത അമ്പലത്തിൽ വെച്ച് ഞാൻ വിമലയെ ആദ്യമായി കണ്ടത്. കുട്ടിയെ എനിക്കിഷ്ടമായി. അതുകൊണ്ടാ ഞാൻ തന്നെ അമ്മയും കുട്ടി നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഇവൻ 1 മാസത്തെ ലീവിന് വന്നതാ. ഈ വരവിനെന്തായാലും ഇവന്റെ കല്യാണം നടത്തണമെന്ന് ഞാനും തീരുമാനിച്ചതാ. വേറെ നല്ല ആലോചനകള് എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവൻ ഇവളെ തന്നെ വേണമെന്ന് ഒരേ വാശി. അതാ. ഞങ്ങള് കുറെ നേരമായിട്ട് സംസാരിക്കുന്നതല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഒന്നും പറയുന്നില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേക അവസ്ഥയിലാണെന്ന് അറിയാലോ. വിമലേച്ചിയുടെ വിവാഹത്തെക്കാൾ മുമ്പ് ചേട്ടനെ നിയമക്കുരുക്കി ഇറക്കണം. അതിന് പ്രഥമ പരിഗണന. അതൊക്കെ നിങ്ങളുടെ വിഷയം. എന്റെ വിഷയം ഇവൻ ലീവ് കഴിഞ്ഞു പോകുന്നതിന് മുൻപുള്ള ഇവന്റെ വിവാഹം. അത് പിന്നത്തേക്ക് മാറ്റിവെക്കാനൊന്നും പറ്റില്ല. ഇന്ന് തന്നെ നിങ്ങളിൽ ചിലര് വന്ന് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി അന്വേഷിച്ച് ഇഷ്ടപ്പെട്ട മാത്രം സമ്മതിച്ചാ മതി.
അല്ലെങ്കിൽ ഇവന് ചേർന്ന കുട്ടികൾ ധാരാളം ഉണ്ട്. അമ്മേ, പറയാനുള്ളത് പറയണം. ഇവരിതുവരെ ഒന്നും വ്യക്തമായിട്ട് മിണ്ടിയിട്ടില്ല. ഇവരുടെ നിൽപ്പ് കണ്ടാ തോന്നും നിനക്ക് വേറെ എവിടുന്നും പെണ്ണ് കിട്ടാത്തത് കൊണ്ടാ ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കുന്നെന്ന്. എന്നാൽ അതല്ല സത്യം. ഞാൻ ഇവന്റെ ഇഷ്ടത്തെ മാനിച്ചു മാത്രം വന്നതാ ഇവിടെ. ശരി ശരി. നോക്കൂ, എനിക്ക് വിമലയെയും വിമലയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ഫോണിൽ സംസാരിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സുകൊണ്ടും പരസ്പരം അടുത്തവരാണ് ഞങ്ങൾ. അമ്മ പറഞ്ഞതുപോലെ എനിക്ക് 1 മാസത്തെ അവധിയേ ഉള്ളൂ. അതിനിടയ്ക്ക് കല്യാണം നടത്തണമെന്നാണ് ആഗ്രഹം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.